ഹായ്, അപ്പം മിസ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നെക്സ്റ്റ് മെത്തേഡായാലും സെക്കൻഡ് മെത്തേഡായ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ്. നമ്മൾ ഓൾറെഡി സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് കഴിഞ്ഞു. ഇനി നമുക്ക് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് മാത്രമാണ് നോക്കാനുള്ളത്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളതും എടുത്തൊന്ന് കാണുക. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതാണ്, നമ്മുടെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ സ്ഥിരം മിസ് എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ മെയിനായിട്ട് നമുക്ക് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. Chandra Traders purchased a motor van on 1st January 2013 for 6 lakh. Okay, the firm writes of depreciation at the rate of 10% per annum on written down value method. Okay, simple question ആണ്. നമുക്ക് സംഭവം കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മിസ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എടുത്തിട്ടില്ല. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ് നമ്മുടെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡു വാച്ച്, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു മനസ്സിലാവും. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് എന്താണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും സ്ട്രേറ്റ് ലൈൻ വാല്യൂ മെത്തേഡും ചെയ്യുമ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് കാണാമെന്നുള്ളതാണ്. അപ്പോൾ രണ്ടും കൂടെ നിങ്ങൾ ഒരുമിച്ച് കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് ഡിഫറൻസ് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഓരോന്ന് എഴുതി വെക്കാൻ പോവാണ്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വേറെ ഒന്നും വരുന്നില്ല ഇവിടെ. ഓക്കെ, വേറെ ഇൻസ്റ്റലേഷൻ ചാർജസ്, വേജസ് അങ്ങനെ ഒന്നും വരുന്നില്ല. അപ്പോൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 6 lakh തന്നെയാണ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, ഡേറ്റ് ആണല്ലേ, എന്നാണ് നമ്മൾ ഈ മെഷീനറി വാങ്ങിച്ചതെന്നുള്ളത്. അപ്പോൾ 1st January 2013. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ കഴിഞ്ഞ സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ കണ്ടായിരുന്നു, ഒരു സ്പെസിഫിക്കലി എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് നമ്മുടെ അക്കൗണ്ടിങ് പീരീഡ് എന്നുള്ളതല്ലേ. പക്ഷേ ഇവിടെ അക്കൗണ്ടിങ് പീരീഡ് പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്, 1st January to 31st December ആണ് നമ്മൾ ഇവിടെ അക്കൗണ്ടിങ് പീരീഡ് എടുക്കുന്നത്. ഓക്കെ, ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ അക്കൗണ്ടിങ് പീരീഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, കാരണം ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് 1st January എന്നൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട്. അപ്പോൾ എന്തായിരിക്കും അക്കൗണ്ടിങ് പീരീഡ് വരുന്നത്, 31st December അത് എൻഡ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര എഴുതി വെച്ചു, സെറ്റാക്കി. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ ചെയ്യാൻ പോവാണ്, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, 1st January 2013 നമ്മൾ മെഷീനറി വാങ്ങിച്ചു 6 lakh. ഓക്കെ, എന്നിട്ട് വേറെ ഒന്നും അതിൻ്റെ അകത്തില്ല, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലാത്തതുകൊണ്ട് തന്നെ ആലോചിച്ചോണം. ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഡിപ്രീസിയേഷൻ എന്താണ്, 10% ആണ് പറഞ്ഞേക്കുന്നതിൽ. അപ്പോൾ നമ്മൾ വേറെ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുമുണ്ട്. നമ്മൾ സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ കണ്ടായിരുന്നു എന്താണ്, 6 മാസം മാത്രമേ ഉപയോഗിച്ചുള്ളൂ. അതുകൊണ്ട് നമ്മൾ 6 മാസം മാത്രമാണ് എടുത്തേക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല, ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേറെ ഒരു വിഷയമില്ല. നമ്മൾ എന്തെങ്കിലും 10 ഇത് വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ട് 60,000 ആണ് നമ്മുടെ ഡിപ്രീസിയേഷൻ വരുന്നത്. അപ്പോൾ ആ 60,000 എന്നുള്ളത് നമ്മൾ എഴുതി. ഓക്കെ, അപ്പം നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ബാലൻസ് ചെയ്യുവാണ്. എന്നിട്ട് നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുന്നു 54,000. ഇനിയാണ് 5,40,000. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനിയാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് വരാൻ പോകുന്നത്. ഓക്കെ, നമ്മളത് ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. ഓക്കെ, 5,40,000. ഓക്കെ, എന്നിട്ട് നമ്മൾ ഡിപ്രീസിയേഷൻ എഴുതാൻ പോവാണ്. അപ്പം ഇവിടെ ശ്രദ്ധിക്കണം, സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ നമ്മൾ എന്താണ് ചെയ്തത്, സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ എല്ലാ വർഷവും എന്തായിരിക്കും ഡിപ്രീസിയേഷൻ വരുന്നത്, 60,000. ഓക്കെ, അത് ചിലപ്പം 6 മാസം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് 30,000 എന്നുള്ള രീതിയിൽ, ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും 60,000 എന്നുള്ളതായിരിക്കും വരുന്നത്. പക്ഷെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് വരുമ്പോൾ നമ്മൾ ഒറിജിനൽ കോസ്റ്റിലല്ല നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത്, പിന്നെ എന്തിലാണ്, റിട്ടേൺ ഡൗൺ വാല്യൂവിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ 5,40,000 ആണ്. സോ ഡിപ്രീസിയേഷൻ നമ്മൾ ഓരോ വർഷവും നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ അതും ഏതിലാണ് കണ്ടുപിടിക്കുന്നത്, 5,40,000. മറ്റേ നമ്മൾ എല്ലാ വർഷവും കണ്ടുപിടിക്കും, പക്ഷേ ഏതിലാണ്, ഒറിജിനൽ കോസ്റ്റിലാണ്. ഒറിജിനൽ കോസ്റ്റിൽ കണ്ടുപിടിക്കുമ്പോൾ എല്ലാ വർഷവും സെയിം തന്നെ ആയിരിക്കും വരുന്നത്. പക്ഷേ ഇവിടെ എന്താണ് വരുന്നത്, ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ 5,40,000ൻ്റെ 10% ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ നമ്മൾ പോകുന്നത്. ഓക്കെ, മിസ് ഒന്നുകൂടെ എഴുതാം. ഓക്കെ, അപ്പം 5,40,000ൻ്റെ 10% എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്, 54,000 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോണം, ഓരോ വർഷവും മറ്റേതെടുത്ത് നോക്കിയപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ്, എല്ലാ വർഷവും സെയിം ഡിപ്രീസിയേഷൻ ആണ് വരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനല്ല, ഇവിടെ ഓരോ വർഷവും നമ്മൾ ഓരോ ഡിപ്രീസിയേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് എഴുതി. എന്നിട്ട് ഇനി എന്തായിരിക്കും വരുന്നത്, നമുക്ക് എത്ര വർഷത്തെയാണ്, 3 വർഷത്തെ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇയറിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ്
നമ്മളത് എടുത്ത് എഴുതുന്നു 4,86,000. എന്നിട്ട് ഡിപ്രീസിയേഷൻ വരുമ്പം എന്താണ് ചെയ്യുന്നത്, ഈ 4,86,000 വീണ്ടും നമ്മൾ 10% കണ്ടുപിടിക്കും. ഓക്കെ, അങ്ങനെ അപ്പോൾ ഓരോ വർഷവും അതിങ്ങനെ നമ്മൾ റിട്ടേൺ ഡൗൺ ആയിട്ടുള്ള വാല്യൂവിൽ അല്ലെങ്കിൽ ബുക്കിംഗ് കോസ്റ്റിൽ നമ്മൾ അതിങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ട് പോകും. ഓക്കെ, അപ്പം ഇവിടെ ഡിപ്രീസിയേഷൻ ഇതിൻ്റെ വരുമ്പോഴത്തേക്ക് എന്താണ് വരുന്നത്, 48,600 ആണ് വരുന്നത്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് 3 വർഷത്തെ മാത്രമേ നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് 3 വർഷത്തെ മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുമ്പം 374. ഓക്കെ, ഇതാണ് വരുന്നത്. ആൻഡ് അടുത്ത വർഷം വരുമ്പോൾ എന്തായിരിക്കും വരുന്നത്, അടുത്ത വർഷം ഏതായിരിക്കും വരുന്നത്, 4,37,400 നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഓരോ വർഷവും ഇങ്ങനെ അത് മാറിക്കൊണ്ടിരിക്കും. ഒറിജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ വാല്യൂ മെത്തേഡിലാകുമ്പോൾ എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ സെയിം ആയിരിക്കും. ഇനി മാസങ്ങൾ കുറയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഡിപ്രീസിയേഷൻ ചെയ്തു വരത്തുള്ളൂ. പക്ഷേ ഇവിടെ ആണെങ്കിൽ എന്താണ്, ഓരോ വർഷവും ഓരോ ഡിപ്രീസിയേഷൻ ആയിരിക്കും വരുന്നത്. കാരണം നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യുന്ന എമൗണ്ടിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത്. താങ്ക് യു.